വരാനിരിക്കുന്ന വേനൽക്കാലത്തെ വിമാന സർവീസുകളിൽ വൻ വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപിച്ച് പ്രമുഖ വിമാന കമ്പനികൾ. എയർ കാനഡ, ഡെൽറ്റ എയർലൈൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചില പ്രധാന റൂട്ടുകൾ താൽക്കാലികമായി റദ്ദാക്കാൻ തീരുമാനിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വേനൽക്കാലത്തെ വിമാന സർവീസുകളിൽ വൻ വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖ വിമാന കമ്പനികൾ. എയർ കാനഡ, ഡെൽറ്റ എയർലൈൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ചില പ്രധാന റൂട്ടുകൾ താൽക്കാലികമായി റദ്ദാക്കാൻ തീരുമാനിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം വിമാന ഇന്ധനവില ഇരട്ടിയായി വർദ്ധിച്ചതാണ് ഈ അടിയന്തര തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. സാധാരണഗതിയിൽ ഒരു വിമാന കമ്പനിയുടെ ആകെ പ്രവർത്തന ചെലവിന്റെ 20 മുതൽ 30% വരെ ഇന്ധനത്തിനായാണ് ചെലവാക്കുന്നത്. എന്നാൽ നിലവിലെ വിലക്കയറ്റം ദീർഘദൂര സർവീസുകളെ ലാഭകരമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കുറഞ്ഞ ഇന്ധനവില പ്രതീക്ഷിച്ചാണ് മാസങ്ങൾക്ക് മുൻപ് യാത്രക്കാർക്ക് ടിക്കറ്റുകൾ വിറ്റഴിച്ചത്. ഇപ്പോൾ വർദ്ധിച്ച ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെ പല സർവീസുകളും റദ്ദാക്കുകയോ അധിക സർചാർജ് ഈടാക്കുകയോ ചെയ്യാൻ കമ്പനികൾ നിർബന്ധിതരാവുകയാണ്. അമേരിക്കൻ വിമാന കമ്പനിയായ ഡെൽറ്റ എയർലൈൻസ് തങ്ങളുടെ പ്രധാനപ്പെട്ട 4 റൂട്ടുകളാണ് സെപ്റ്റംബർ വരെ റദ്ദാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ന്യൂയോർക്കിലെ JFK, ഡെട്രോയിറ്റ്, ബോസ്റ്റൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് വിമാന കമ്പനി പറഞ്ഞു. ഇത് തങ്ങളുടെ സാധാരണ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രവർത്തന ചെലവ് ഉൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് അവർ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.